അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തന്ന് അനുഗ്രഹങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതലായി അള്ളാഹുവിലേക്ക് അടുക്കാനും പൂർണ്ണമായി തിന്മയിൽ നിന്ന് മാറി നിന്ന് നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി ഇഹപര വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനികളെ, ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് കർഷകനും അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിലായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്നും കൃഷിക്കൊപ്പവും കർഷകനൊപ്പവുമാണ്. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനം നൽകുന്ന ഒരു ജോലിയാണ് കൃഷി ചെയ്യുക എന്നത്. ഇസ്ലാം എന്നും കർഷക അതുപോലെ തന്നെ കൃഷി ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം മഹത്വങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. അഫ്ളലുൽ മക്കാസിബി അസ്സിറാഅ, ജീവിത ജോലികളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് കൃഷിയാണ്. ഇന്ന് 14.5 കോടി കർഷകർ ഉള്ള ഇന്ത്യയിൽ കാർഷിക വൃത്തി മൂലം ഉപജീവനം നടത്തുന്നവരുടെ എണ്ണം മൊത്തം ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയിലേറെയാണ്. പ്രതിവർഷം 12,000 കർഷകർ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് ഈ അടുത്ത റിപ്പോർട്ടിൽ വിവരിക്കപ്പെട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജന അതിനുവേണ്ടിയും ഭക്ഷ്യ സുരക്ഷയ്ക്കുമുള്ള പ്രധാന മാർഗങ്ങളിലൊന്നാണ് കൃഷി എന്നുള്ളത്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് വൻ വരൾച്ചയിൽ നിന്ന് ഈജിപ്തിനെ രക്ഷിച്ചത് കൃഷിയും ധാന്യ സൂക്ഷിപ്പുമാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് യൂസുഫ് 47-48 സൂക്തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പ്രധാനമാണ്. കൃഷി ഇബാദത്തിന് തുല്യമാണ്. കൃഷി എന്നുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് റഅദിൽ 4 സൂക്തം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൻ ഖതാദത അൻ അനസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാനുൻ ഔ ബഹീമ ഇല്ലാ കാന ബിഹി സദഖ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു മുസ്ലിം ഒരു വൃക്ഷം, ഒരു മരം നട്ടുപിടിപ്പിക്കുകയോ അല്ലെങ്കിൽ വിത്ത് പാകുകയോ ചെയ്തു, അങ്ങനെ അത് മുളച്ച് പന്തലിച്ച് വടാവൃക്ഷമായി അതിന്റെ കായ്ക്കനികൾ, അതിന്റെ പഴവർഗ്ഗങ്ങൾ അതിൽ നിന്ന് പക്ഷിയോ മനുഷ്യനോ നാൽക്കാലിയോ തിന്നുകയും ചെയ്താൽ അതവന് ഒരു സ്വതക്ക ആകാതിരിക്കുകയില്ല. ഒരു ധർമ്മമാണ്. ഒരു സ്വതക്കയുടെ പ്രതിഫലം അള്ളാഹു അവനിക്ക് രേഖപ്പെടുത്തുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. കൃഷി നട്ടുപിടിപ്പിക്കുക, മരം നടുക, കൃഷി ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ ഖാമത്തിസ് സഅ വബിയദി അഹദികും ഫസീല ഫഇൻ ഇസ്തതഅ അല്ലാ യഖൂമ ഹത്താ യഗ്രിസഹാ ഫൽയഫ്അൽ. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പനയുടെ തൈ ഉണ്ടെങ്കിൽ അത് നട്ടുപിടിക്കാൻ സാധിച്ചാൽ അതവന് ചെയ്യട്ടെ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി. ഖിയാമത്ത് നാൾ സംഭവിക്കുമ്പോൾ തന്റെ കയ്യിലുള്ള ചെറിയൊരു ചെടി ഉണ്ടെങ്കിൽ അതും അവൻ നടാൻ സാധിക്കുമെങ്കിൽ നടട്ടെ എന്ന്. അപ്പൊ കൃഷിയെ, മരം നട്ടുപിടിപ്പിക്കുക, ഇത്തരത്തിലെ കാര്യം വളരെ പ്രചോദനം നൽകുന്നതാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ. കൃഷി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃഷി സർഅ എന്നാണ് അറബി എന്ന പദം, അതിൽ നിന്നുള്ള രൂപങ്ങളും ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. പഴങ്ങൾ, കായ്കനികൾ എന്നിവ 64 സ്ഥലങ്ങളിലും, മരത്തെക്കുറിച്ച് 25 സ്ഥലത്തും, ധാന്യങ്ങളെ 12 സ്ഥലത്തും, ഇലകളെ കുറിച്ച് 3 സ്ഥലത്തുമായി വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്.
25 പരം സസ്യങ്ങളുടെ പേര് പറയുന്ന ഖുർആനിൽ പച്ചക്കറികളെ കുറിച്ചും പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കൃഷിക്കായി ജൂതരോട് പോലും വിട്ടുവീഴ്ച ചെയ്തു പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പണിയെടുത്ത് കൃഷി ചെയ്ത് ലാഭവിഹിതത്തിന്റെ പാതി നൽകാമെന്ന വ്യവസ്ഥയിൽ ഖൈബർ ഭൂമിയെ ജൂതന് നബി തങ്ങൾ നൽകിയെന്ന് ഹദീസിൽ കാണാം. അപ്പൊ കൃഷി ചെയ്യുന്നില്ലെങ്കിൽ എത്രത്തോളം ഭൂമി ഒരാളുടെ കയ്യിലുണ്ട്, വെറുതെ അനാവശ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, കൃഷി നടത്തുന്നില്ലെങ്കിൽ ആ കൃഷി പാട്ടത്തിന് നൽകണമെന്നാണ് വിശുദ്ധ ഇസ്ലാം. മൻ കാനത് ലഹു അർളും ഫൽയസ്റഹ, ആരുടെയെങ്കിലും കയ്യിൽ ഭൂമി ഉണ്ടെങ്കിൽ അവൻ കൃഷി ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അവൻ മറ്റുള്ള സുഹൃത്തിന് കൊടുക്കട്ടെ. ഒരാൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ അവന് അതിൽ കൃഷി ചെയ്യട്ടെ, ഇല്ലെങ്കിൽ സഹോദരൻ പാട്ടത്തിന് നൽകട്ടെ എന്ന്. അവൻ അതിനും അത് സ്വന്തം കൃഷി ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് കൃഷി ചെയ്യാൻ കൊടുക്കുന്നില്ലെങ്കിൽ ആ ഭൂമിയെ പിടിച്ചു വെക്കുകയും ചെയ്യട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനമാണ്. കൃഷി വളരെ പ്രധാനമാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെ വിള നശീകരണവും കൊലപാതകവും ഒരേ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. വൈദാ തവല്ല സഅ ഫിൽ അർളി ലിയുഫ്സിദ ഫീഹാ വയുഹ്ലികൽ അർസ വന്നസ്ല വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്. അവർ അധികാരമേറ്റെടുത്താൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നതിനും കൃഷിയെ നശിപ്പിക്കാനും ജീവഹത്യക്കും അവർ പരിശ്രമിക്കും. അള്ളാഹു കുഴപ്പത്തെ മോശതരമായ പ്രവർത്തനങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അൽ ബഖറ 205. അപ്പൊ ചുരുക്കത്തിൽ അടിസ്ഥാന വർഗത്തിന്റെ ഉപജീവന മാർഗമായ കൃഷിയെ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് തീരെഴുതി കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കിരാത നയങ്ങളിലേക്ക് പ്രസ്തുത ഖുർആൻ വചനം വെളിച്ചം വീശുകയാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, കൃഷി നടുക, മരം നടുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ്. ഇനി കൃഷി ദുനിയാവിൽ ചിലപ്പോൾ നഷ്ടം സംഭവിച്ചാലും ആഖിറത്തിൽ പ്രതിഫലമാണ്. എത്രത്തോളം ഒരാൾ കൃഷി ചെയ്തു, മരം നട്ടു, അല്ലെങ്കിൽ ഫലമുള്ള മാങ്ങയോ തേങ്ങയോ അങ്ങനെ ഫലം കായ്ക്കുന്ന നട്ടു, അങ്ങനെ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു, അതും മറ്റൊരാൾക്ക് ഭക്ഷിക്കുന്നത് സ്വതക്കയാണ്. ഇനി അതിൽ നിന്ന് കട്ട് കൊണ്ടുപോയാൽ ഒമാ സുരിഖ മിൻഹു ലഹു സദഖ, ആരെങ്കിലും അവൻ നട്ടുണ്ടാക്കിയ മരങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പഴവർഗ്ഗങ്ങളോ കട്ടുകൊണ്ടുപോയാൽ വരെ ഇവനിക്ക് സ്വതക്കയുടെ പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ, പക്ഷിപ്പറവകൾ അല്ലെങ്കിൽ നാൽക്കാലികൾ ഭക്ഷിച്ചാൽ ഒമാ അക്കലത്തി ത്വയ്റു ഫഹുവ ലഹു സദഖ. ചുരുക്കത്തിൽ വലാ യസ്റഉഹു അഹദുൻ ഇല്ലാ കാന ലഹു സദഖത്തുൻ ഇലാ യൗമിൽ ഖിയാമ. ഒരു മരം നമ്മൾ നടുമ്പോ, ഒരു കൃഷി നടുമ്പോ അത് ഖിയാമത്ത് നാൾ വരെ അതിന്റെ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ അമലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഭൂമി തരിശായി ഒന്നും ചെയ്യാതെ പാടില്ല. ഒന്നിരിക്കലോ സ്വന്തം കൃഷി ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പാട്ടത്തിന് കൊടുക്കുക, രണ്ടും ചെയ്യാതിരിക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവൻ ചെയ്യാൻ പാടില്ലെന്നാണ് വിശുദ്ധ ദീൻ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഏത് പ്രതിസന്ധിയിലും ദീനിൽ കൃഷിക്ക് പ്രോത്സാഹനമുണ്ട് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഖിയാമത്ത് നാൾ അടുക്കും അതിന്റെ കയ്യിൽ ഈത്തപ്പനയുടെ ഒരു ചെടി ഉണ്ടെങ്കിൽ അതിനെ നടണമെന്നല്ലേ വിശുദ്ധ ഇസ്ലാം. അപ്പോ അറബികളും അതുപോലെ തന്നെ ഖുറൈശികളും കാർഷിക രീതിയിൽ വളരെ വ്യാപൃതരായിരുന്നു, വളരെ ഉത്സാഹത്തോടെ ചെയ്യുമായിരുന്നു. എന്നല്ല, മുൻഗാമികളായ കഴിഞ്ഞുപോയ നമ്മുടെ മഹാന്മാർ കൃഷി ചെയ്യുകയും കൃഷി ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തതായിട്ട് ഹദീസിലും ചരിത്രങ്ങളിലൊക്കെ കാണാം. അപ്പൊ കൃഷി നശിപ്പിക്കലിന് അള്ളാഹു കൊലപാതകത്തോട് വംശഹത്യ ചേർത്ത് പറഞ്ഞു. നേരത്തെ നമ്മൾ ഓതിയ സൂറത്തുൽ ബഖറയിൽ 205-ാം സൂക്തം. അപ്പൊ ഇലനുള്ളിയ ഒരു ഇലനുള്ളിയ സ്വഹാബിയെ പോലും, ഒരു വൃക്ഷത്തിന്റെ, ഒരു മരത്തിന്റെ ഇല നുള്ളിയതിന് പോലും നബിതങ്ങൾ ശകാരിച്ചതായി കാണാം. യുദ്ധത്തിന് പോകുമ്പോ പ്രകൃതിയും സസ്യങ്ങളെയും നശിപ്പിക്കരുതെന്ന് നബിതങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പഠിക്കുകയും ഇത്തരത്തിലുള്ള അനീതിയാകുന്ന സർക്കാരിനെതിരെ പോരാടുകയും
കേന്ദ്ര ഗവൺമെന്റ് ഈ നയങ്ങൾ വളരെ ദുഃഖാർഹമാണ്. അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യണം. മുസ്ലിം എന്ന രീതിയിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നല്ല നീയത്തോടെ ഒരു മരം നടുകുമ്പോ അതിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴും അത് ആരെങ്കിലും കട്ടെടുത്താൽ പോലും പ്രതിഫലമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കാൻ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്ലാമിക ലോകത്തെ കൃഷി രീതികൾക്ക് സംഭവിച്ച കാതലായ മാറ്റങ്ങളെക്കുറിച്ചും മുസ്ലിങ്ങൾ കച്ചവടം നടത്തിയിരുന്ന മേഖലകളിലെ കൃഷി ഉൽപ്പന്നങ്ങൾ വ്യാപിച്ച വഴിയെക്കുറിച്ചും ഗവേഷണം നടത്തിയ ടൊറന്റോ സർവകലാശാലയിലെ ആൻഡ്രൂ എം വാട്സൺ 1974 മുതൽ പ്രസിദ്ധീകരിച്ച തന്റെ ഗവേഷണ ഫലങ്ങളിൽ ഉഷ്ണമേഖലയിൽ വളരുന്ന ചെടികളെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് മാറ്റി നടുകയും വളർത്തുകയും ചെയ്യുന്നതിൽ മുസ്ലിം കർഷകർ വഹിച്ച പങ്കിനെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. കൃഷി എന്നുള്ളത് സാമൂഹിക ബാധ്യതയാണ്. ഭരണാധികാരികൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. ഇമാം ഖുർത്തുബി തങ്ങൾ എഴുതിയത് കാണാം, കൃഷി സാമൂഹിക ബാധ്യതകളിൽപ്പെട്ടതാണ്. അതുകൊണ്ട് കൃഷി ചെയ്യാൻ ജനങ്ങളെ നിർബന്ധിക്കാൻ ഭരണാധികാരി ബാധ്യസ്ഥനാണ്. മരം നട്ടുപിടിക്കലും അപ്രകാരം തന്നെ. അപ്പൊ കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കൽ കൊണ്ടാണ് ഓരോ രാജ്യത്തിന്റെയും നിലനിൽപ്പ്. നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി കൂടി സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം നാം പ്രഖ്യാപിക്കണം. കൃഷി വളരെ തയ്യാവസ്ഥ പറയുന്നുണ്ട്, കൃഷി ഫർളു കിഫയിൽ പെട്ടതായി എണ്ണുന്നതാ, ഇരുലോക സംഗതിയും ഇതിൽ ബന്ധിച്ചതാ, കൃഷിക്കുള്ള ശ്രേഷ്ഠതയിൽ പെരുത്തായത്തുകൾ കാണാം നമുക്കതുപോലെ തന്നെ ഹദീസുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നൽകാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നല്ലവരിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.